4 പതിറ്റാണ്ടുകൾക്ക് ശേഷം കേരള കോൺഗ്രസുകാർ പരസ്പരം ഏറ്റുമുട്ടുന്ന കോട്ടയത്തിന്റെ മണ്ണിലാണ് ന്യൂസ് 18 തെരഞ്ഞെടുപ്പ് സംഘമുള്ളത്. രഞ്ജിത്ത് രാമചന്ദ്രനും ആർ കിരൺ ബാബുവും ചേരുന്നു. വിവരങ്ങളുമായി രഞ്ജിത്ത് ആൻഡ് കിരൺ, ഗുഡ് മോർണിംഗ്. കോട്ടയം അത് എല്ലാ കാലവും അമ്പരപ്പിക്കുന്നതാണ്. എങ്ങനെയുണ്ട് കോട്ടയത്തെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ചൂട്? എൽദോ പറഞ്ഞതുപോലെ കേരള കോൺഗ്രസുകൾ ഏറ്റുമുട്ടുന്ന രണ്ട് കേരള കോൺഗ്രസുകൾക്കും വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു മത്സരം നടക്കുന്ന മണ്ഡലം. ഇവിടെ പ്രവചനങ്ങൾ അസാധ്യമാണ്. കാരണം അത്രത്തോളം വാശിയേറിയ പോരാട്ടം നടക്കുന്നുണ്ട്. NDAയുടെ സ്ഥാനാർത്ഥിയായി BDJSന്റെ അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി കൂടി കളത്തിലിറങ്ങുന്നതുകൂടി ഒരു ശക്തമായ പോരാട്ടം ഈ മണ്ണിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങളിപ്പോഴുള്ളത് ബഹുമാനപ്പെട്ട ശ്രീ KM മാണി സാർ, അന്തരിച്ച KM മാണി സാറിന്റെ വസതിയിലാണ്. നമ്മളിവിടെ ജോസ് കെ മാണിയെ കാണാനായി എത്തിയതാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പിറവത്ത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി പോയിരിക്കുകയാണ്. 10 മണിക്ക് ശേഷം അദ്ദേഹം തിരികെ എത്തുമെന്നും നമ്മളോട് സംസാരിക്കാമെന്നും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി ഇതുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികളെയൊക്കെ കാണാനും അവരുമായി സംവദിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ തേടാനും ഒക്കെയാണ് നമ്മളിവിടെ ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഗോധ എന്ന ഇലക്ഷൻ പരിപാടി ഇന്ന് വൈകുന്നേരം ഈ പാലാ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ വളരെ സജീവമായ ഒരു ദിവസമാണ് പാലയ്ക്ക് ഇന്നുള്ളത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ. കാരണം ഈ പെരുന്നാളിന്റെ തിരക്കുകൾ കഴിഞ്ഞു, അവധി ദിവസങ്ങൾ അവസാനിച്ചു. അപ്പോൾ സജീവമായി തന്നെ സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്തേക്ക്. ഒപ്പം ഇവിടെ നടക്കുന്ന ഈ മാറ്റങ്ങൾ, രാഷ്ട്രീയ പാർട്ടി മാറ്റങ്ങളൊക്കെ നമുക്കറിയാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സജി മഞ്ഞക്കടമ്പിന്റെ പിണക്കമുണ്ട്. ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടുന്നു. അതൊക്കെ സ്വാഭാവികമാണ്. പാലാ രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, വളരുംതോറും പിളരുംതോറും വളരുകയും ചെയ്യുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്ന് പലതവണ തെരഞ്ഞെടുപ്പ് വിദഗ്ധർ വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു പാർട്ടിയുടെ അവരുടെ വളക്കൂറുള്ള മണ്ണിലാണ് ഞാനുള്ളത്. അതിനോടൊപ്പം കിരൺ ബാബു കൂടിയുണ്ട്. കിരൺ, നമുക്ക് കൗതുകമാണ് പലപ്പോഴും പാലയുടെ തെരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ. ഇത്തവണയും ഒരുപാട് കൗതുകങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും LDF UDF പോരാട്ടമാണ് പ്രധാനമെങ്കിൽ പാലയിലെ പോരാട്ടത്തിൽ നമുക്ക് കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പോരാട്ടം എന്ന്, കേരള കോൺഗ്രസ് മാണി വിഭാഗവും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും തമ്മിലുള്ള പോരാട്ടം എന്ന് പറയേണ്ടി വരും. മുന്നണികൾ തമ്മിലുള്ള മത്സരത്തെക്കാൾ ഏറ്റവും വീറും വാശിയും ഒക്കെ ഉള്ളത് ഈ രണ്ട് കേരള കോൺഗ്രസുകളാണ്. രണ്ടുപേരുടെയും ആരാണ് ശക്തർ, ആരാണ് ഈ കോട്ടയത്ത് ആരാണ് ഏറ്റവും ശക്തമായ പാർട്ടി, ഏത് കേരള കോൺഗ്രസ് ആണെന്ന് തെളിയിക്കേണ്ട വലിയ ബാധ്യതയിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായി നിന്നാണ് വിജയിച്ചത്. അതിനുശേഷം പക്ഷേ കേരള കോൺഗ്രസ് ഇടതുമുന്നണിയിലേക്ക് വന്നതോടുകൂടി ആ മുന്നണി മാറി വീണ്ടും അത് 2 എന്നല്ല 19-1 എന്നുള്ളത് 18-2 എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ അദ്ദേഹം തന്നെ വീണ്ടും മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ UDFന്റെ സ്ഥാനാർത്ഥിയായി ജയിച്ചയാൾ തന്നെയാണ് ഇത്തവണ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അവിടെ മറിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഫ്രാൻസിസ് ജോർജ് ആണ്. ഫ്രാൻസിസ് ജോർജ് ഇവിടെ പരിചയപ്പെടുത്തലുള്ള ആവശ്യമില്ലാത്ത ദീർഘകാലം പലതവണ MP ആയിട്ടൊക്കെ ഇടുക്കി MP ആയിട്ടൊക്കെ ഇരുന്ന ഫ്രാൻസിസ് ജോർജ് മത്സരിക്കുന്നു. സ്വാഭാവികമായും കേരള കോൺഗ്രസുകാരെ സംബന്ധിച്ച്, രണ്ട് കേരള കോൺഗ്രസുകാരെ സംബന്ധിച്ചും ഇത് അഭിമാന പോരാട്ടമാണ്. പ്രത്യേകിച്ച് ജോസഫ് വിഭാഗത്തിന് മേൽ പല നേതാക്കളെയും ഒക്കെ അവിടെ നിന്ന് ചാടിക്കുകയും ഒക്കെ ചെയ്യുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്നു. അത്തരം വെല്ലുവിളികൾ ഉയർത്തുന്നു. മറുഭാഗത്ത് അധികാരത്തിന്റെ ഭാഗമായി നിൽക്കുകയാണ് കേരള കോൺഗ്രസ് M. അപ്പോൾ ഞങ്ങൾക്ക് തന്നെയാണ് ഇവിടെ ശക്തി. ജോസഫ് ഗ്രൂപ്പിന് ശക്തിയില്ല എന്നത് തെളിയിക്കേണ്ടത് കേരള കോൺഗ്രസ് M-ന്റെയും അനിവാര്യതയാണ്. അതുകൊണ്ട് തന്നെ ഈ പോരാട്ടത്തെ നമുക്ക് പ്രധാനമായും രണ്ട് കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള അഭിമാന പോരാട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. സമീപ ദിവസങ്ങളിലുണ്ടായ നിരവധി സംഭവവികാസങ്ങളാണ് ഇപ്പോൾ പാലാ രാഷ്ട്രീയം സജീവമാക്കുന്നത് അല്ലേ? കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പാർട്ടി ചാട്ടങ്ങളുണ്ട്. പല നേതാക്കളും രണ്ടു മനസ്സോടെ നിൽക്കുന്ന പശ്ചാത്തലം, അതൊക്കെ ഈ രാഷ്ട്രീയത്തിന് മറ്റു കൗതുകമായി മാറുന്നുണ്ട് അല്ലേ? രഞ്ജിത്ത്, ഒരു പരിധിവരെ തണുത്ത് നിൽക്കുന്നൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായിരുന്നു കോട്ടയത്ത് ഉണ്ടായിരുന്നത്. കേരള കോൺഗ്രസ് തമ്മിൽ ഏറ്റുമുട്ടുന്നു, ആദ്യം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുകയെല്ലാം ചെയ്തു. പക്ഷേ പിന്നീട് ഉണ്ടായത് ഒന്ന് സൈലന്റ് ആയിരുന്നു കാര്യങ്ങൾ. പക്ഷേ സജി ചാടിയതോടുകൂടി കേരള കോൺഗ്രസിൽ ഒരു വാശി കൂടി. സജി ചാടി, രാവിലെ കണ്ടു. സജി ചാടുക തന്നെ ചെയ്തിട്ടുണ്ട്. 16-നോ 17-നോ പ്രഖ്യാപിക്കും. അതായത് പാർട്ടി പ്രവേശനമല്ല, അതിന് ആർക്കാണ് വോട്ട് ചെയ്യുക എന്നുള്ളത് സജി പ്രഖ്യാപിക്കും. അതൊരു വീറും വാശിയും കൂട്ടി. അതുകൊണ്ട് കോട്ടയത്തെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ഈ സജിയുടെ ഒരു സ്വാധീനം, ശക്തിയൊക്കെ എത്രത്തോളം ഉണ്ട്? ഒരു ജില്ലാ പ്രസിഡന്റ് എന്നതിനപ്പുറം ഈ ഇവിടെ വലിയ സ്വാധീനമുള്ള ആളാണോ? സജിക്കൊപ്പം പോകാൻ ആളുകൾ ഉണ്ടാകുമോ? ഒരു പിളർപ്പ് എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുമോ ഈ മാറ്റത്തെ? പിളർപ്പ് എന്ന് പറയാൻ കഴിയില്ല രഞ്ജിത്ത്. ഒരു പരിധിവരെ സജിയുടെ ഒപ്പം നിൽക്കുന്ന ഒരു ചെറിയ യൂത്ത് ഫ്രണ്ട് ടീമെങ്കിലും ഉണ്ട്. ഇപ്പോ അജിത്ത് മുദ്രമല, പ്രസാദ് ഉരുളുന്ന, അങ്ങനെ കുറച്ചു പേരുണ്ട്. സജി വിളിച്ചാൽ ഒരു 10-100 പേര് കൂട്ടാൻ കഴിയുന്ന ഒരു നേതാവ് കൂടിയാണ്. സജി ഒരു സംഘാടകൻ കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഈ പരിപാടികളൊക്കെ പ്രാദേശികമായിട്ട് ഇഷ്ടംപോലെ പ്രതിഷേധ പരിപാടിയൊക്കെ സംഘടിപ്പിക്കാൻ കഴിയുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ആ നിലയിലാണ്. പക്ഷെ അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആകെ മൊത്തം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് അങ്ങനെ അതങ്ങ് ബാധിക്കും എന്ന് കരുതാൻ പാടില്ല. ജനങ്ങളുടെ വിഷയങ്ങൾ മറ്റു പലതും ഉണ്ടല്ലോ. ഇത്തരം വിവാദങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടാകുന്ന വിവാദങ്ങളായിരിക്കില്ല പലപ്പോഴും രാഷ്ട്രീയ
രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ വോട്ടിംഗിൽ ബാധിക്കുക? ശ്രീത്തെ പ്രധാനമായിട്ടും ഇപ്രാവശ്യം BDJസിന്റെ NDA സ്ഥാനാർത്ഥിയായി വരുന്നത് BDJസിന്റെ അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയാണ്. ഈ തുഷാർ വെള്ളാപ്പള്ളി വരുമ്പോൾ ഈ ഇവിടുത്തെ ഒരു ജാതി സമവാക്യത്തിൽ കൂടിയുള്ള വോട്ടുകളിലൊക്കെ ചിലപ്പോൾ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അത് എങ്ങനെ ഏതൊക്കെ തരത്തിലാകും, ആരെയാവും കൂടുതൽ ബാധിക്കാനൊക്കെ സാധ്യതയുള്ളത്? അത് സ്വാഭാവികമായി LDF എന്ന് പറയേണ്ടി വരും. ഒറ്റ നോട്ടത്തിൽ LDF എന്ന് പറയേണ്ടി വരും. UDFന്റെയും കുറച്ച് വോട്ടുകൾ പോയേക്കാം. പക്ഷെ കാരണം SNDPക്ക് അത്രയധികം ശക്തിയുള്ള കേന്ദ്രങ്ങളുണ്ട്. ഇപ്പൊ കുമരകം, വൈക്കത്തിന്റെ പല മേഖലകളിൽ PC ജോർജ് പറയുന്ന കണക്കനുസരിച്ച് 5 ലക്ഷം വോട്ടും അല്ലെങ്കിൽ അതൊരു 3 ലക്ഷം വോട്ട് വരെ ഉണ്ടാവും. PC ജോർജ് വേറൊരു കൊട്ടുകൂടി കൊടുക്കുന്നുണ്ട് SNDP വോട്ടുകൾ. കാരണം അത്രത്തോളം ഉണ്ട്, ശക്തി കേന്ദ്രമുണ്ട്. PC ജോർജ് വോട്ടായി കേരളത്തിൽ അങ്ങനെ കണക്ക് നോക്കിയാൽ കേരളത്തിൽ അത് വോട്ടായി ഒന്നും മാറില്ല. എന്നാലും വോട്ടായി മാറില്ല. PC ജോർജ് ആ പറയുന്ന കണക്കിന്റെ രാഷ്ട്രീയം അറിയാലോ. എന്താണ് PC ജോർജ് ഇന്നലെ നമ്മൾ കണ്ടിരുന്നത്, എന്താണ് ആ ശക്തി എന്നുള്ളത് SNDP കാണിക്കുക. കാരണം SNDPയുടെ ഒരു പോപ്പാണ് മത്സരിക്കുന്നത്. എന്നിട്ട് ആ വോട്ട് തെരഞ്ഞെടുപ്പിന് ശേഷം PC ജോർജിന്റെ എനിക്ക് തോന്നുന്നത് ഈ തുഷാറോട്ടുള്ള പിണക്കമൊക്കെ മാറിയിട്ട് ഇന്നലെ പറഞ്ഞത് കോട്ടയത്തും NDA സ്ഥാനത്ത് ജയിക്കുന്നുണ്ടല്ലേ? ഇറങ്ങിയിട്ടുണ്ടോ പുള്ളി സജീവമായിട്ട് കോട്ടയത്ത്? കോട്ടയത്ത് ഇറങ്ങിയിട്ടില്ല രഞ്ജിത്ത്. നമുക്കറിയാലോ PC ജോർജ് ഉൾപ്പെടെ ഓരോ രാഷ്ട്രീയ നേതാക്കളുടെയും വാക്കുകളും വാചകങ്ങളും ജയിക്കുമെന്ന് പറയുന്നതിലും എല്ലാം കൃത്യമായ രാഷ്ട്രീയമുണ്ട്. രഞ്ജിത്ത് ഇത് പറഞ്ഞതുപോലെ PC ജോർജ് ഇന്നലെ പറഞ്ഞത് വളരെ കൃത്യമായി പരിശോധിച്ചാൽ നമുക്കറിയാം. ഇത് കൃത്യമായി തുഷാർ വെള്ളാപ്പള്ളിയുടെ ഒരു പൊട്ടാണ്. ഇത് എവിടെ നിന്ന് ഇത്രയും ആളുകളുണ്ട് SNDPക്ക്, പക്ഷേ എന്നിട്ട് നിങ്ങൾക്ക് എത്ര വോട്ട് കിട്ടി, ഈ ഒരു ചോദ്യം പിന്നീട് ഉയർത്താൻ കഴിയുമെന്നുള്ളത്. PC ജോർജ് എപ്പോഴും PC ജോർജിന്റെ അതേ ശൈലിയിൽ തന്നെയാണ്, ഒരു മുനവെച്ച് തന്നെയാണ് ഇത് ചെയ്തതെന്ന് കണക്കാക്കണം. അതായത് നമ്മളോട് പറയും തന്നെ BDJസിന്റെ ശക്തി എന്താണെന്ന് കാണട്ടെ. ശരി, കിരൺ ബാബുവും ശ്രീജിത്തുമാണ് കോട്ടയത്തെ കാര്യങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നവർ. പാലയിലാണുള്ളത്. പാലയിൽ ഇന്ന് ഗോതയുണ്ട്. പാലയിലുള്ള ആളുകൾക്ക് വൈകിട്ട് ഗോതയിൽ പങ്കെടുക്കുകയും ചെയ്യാം.